ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 167 എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി ഈ ശുശ്രൂഷ തുടരുവാൻ കഴിഞ്ഞിരുന്നില്ല. നെറ്റ്വർക്കിൻ്റെയും മറ്റ് ശുശ്രൂഷകളുടെയും ആവശ്യങ്ങൾ ഉള്ളതിനാൽ ചില മാസങ്ങൾക്ക് ശേഷമാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചത്. ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചതിൽ എല്ലാ മഹത്വവും കർത്തൃഭാഗത്തിൽ അർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ മകളായിരിക്കുന്ന അബിയ രാജ് അവറുകളാണ്. പ്രിയ മകൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇവിടെ വന്ന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വീണ്ടും കടന്നു വരുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ അനുഗ്രഹീത ഗാനങ്ങൾ പ്രിയമകൾ കൂടെ കേൾക്കുവാൻ കഴിയുന്നതാണ്. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഈ ശുശ്രൂഷയിൽ എക്കാലവും സഹായിയും ശുശ്രൂഷകനുമായിരിക്കുന്ന സഹോദരൻ ബെനഡിക്ട് ജോൺ കൊട്ടാരക അവറുകളാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരിമാരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഈ രാത്രിയിലെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ദൈവനാമം ഇതിലൂടെ ഉയർത്തപ്പെടുവാനും ഇടയായിത്തീരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സഹോദരൻ ബെനഡിക്ട് ജോൺ വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. കാരുണ്യവാനായ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. വിശേഷാൽ ഇവാൻഗേലിയൻ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീത പരമ്പരയുടെ ഈ സന്ധ്യാസമയവും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൻ്റെ വ്യാപ്തിക്കും രാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമൊക്കെയായി കർത്താവിൻ്റെ ദാസനെ നീ ഇവിടുന്ന് ഉപയോഗിക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിലും കർത്താവെ, അനേക ജനങ്ങൾക്ക് ആശ്വാസമായി ഈ ശുശ്രൂഷ കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ ദാസനെയും നീ ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയ പൈതലിനായി സ്തോത്രം. പ്രിയ പൈതലിനെ നീ ഇവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾ പാടുന്ന ഓരോ ഗാനങ്ങളും കർത്താവെ, ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണം, ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, അടിയനെയും അടുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരിമാർക്കായി സ്തോത്രം. അവരെ നീ ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരതകളിൽ ഈ പ്രോഗ്രാം ലൈവായി കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവോ നീ അവർക്ക് ആശ്വാസവും വിടുതലും ഒക്കെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ കേവലം ഗാന ശുശ്രൂഷകളായി മാറുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അനേകർക്ക് വിടുതലും ആശ്വാസവും കർത്താവെ, അതിലുപരിയായി കർത്താവെ, രക്ഷകനെ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളൊക്കെ ആയി തീരുവാൻ ഈ ശുശ്രൂഷ നിമിത്തം മുഖാന്തരമായി തീരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി തരണം. ഇന്ന് രാത്രിയിൽ നടക്കുന്ന വചന ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവെ, ജനഹൃദയങ്ങളിലേക്ക് വചനത്തിൻ്റെ ആത്മാവ് പകരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾക്ക് മാനസാന്തരം നൽകുവാൻ, കർത്താവെ, രക്ഷകനെ കണ്ടുമുട്ടുവാൻ കർത്താവെ, വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരണം. അങ്ങനെ ഈ ശുശ്രൂഷ മൊത്തത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവെ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറെ കൃപകളാൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, കേട്ട് ഉത്തരം നൽകണമേ. ആമേൻ. ഗാനങ്ങൾ എക്കാലവും എല്ലാവർക്കും ആശ്വാസം ആയിട്ടുണ്ട്. മുറിഞ്ഞ മനസ്സുകൾക്ക് ആശ്വാസവും സൗഖ്യവും ഗാനങ്ങളിലൂടെ ലഭിക്കുന്നു. എല്ലാ ഗാനങ്ങളും അങ്ങനെയല്ല എന്ന് വരികിലും ക്രിസ്തീയ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏതൊരു
മനുഷ്യൻ്റെ ഹൃദയത്തെയും ആശ്വസിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ഗാനങ്ങൾ എന്ന് പറയുന്നത്. വ്യാകുലപ്പെട്ട് കഴിയുന്ന മനസ്സുകൾക്ക് ഒരു ക്രിസ്തീയ സംഗീതം കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ വ്യാകുലതകൾ മാറിപ്പോകുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. മാത്രമല്ല, നാളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്നും, വയലിലെ താമരയെ പോറ്റുന്നവൻ, ആകാശത്തിലെ പക്ഷികളെ പോറ്റുന്നവൻ നിങ്ങളെയും പോറ്റുമെന്നും, അതുകൊണ്ട് ജീവിതത്തിൻ്റെ നാളുകളെ ഓർത്ത്, നാളെ ഓർത്ത് ഒരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഭക്തൻ കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്നും ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് അതേ ഉറപ്പ് തന്നെയാണ് കർത്താവ് നൽകുന്നത്. നമ്മൾ ഹൃദയം തളരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ സങ്കടപ്പെടേണ്ട, കരയേണ്ട എന്ന് പറയുവാൻ അടുത്ത സഹയായി കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓർപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനം, മനസ്സേ വ്യാകുലമരുതേ എന്ന ഗാനം പ്രിയമകൾ അബിയ ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം.
ആകാശപ്പറവകൾ വിതയ്ക്കുന്നില്ല, അവനവനവകാശം ന്യായമായി. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. അബ്രഹാമിൻ ദൈവം തൻ, യിസ്ഹാക്കിൻ ദൈവം തൻ, അബ്രഹാമിൻ ദൈവം തൻ, യിസ്ഹാക്കിൻ ദൈവം തൻ. യോസേഫ് അവനെ മിസ്രയീമിൽ കരുതി, ക്ഷാമകാലത്തെല്ലാം ക്ഷേമമായി പോറ്റി. പ്രഭുക്കളിൽ അവനെ നീ പ്രഭുവായി കരുതി. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല, കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല, ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. സമ്പന്ന ഭരണിയിൽ നിന്നവൻ തൂകും, നിരന്തരം അനുഗ്രഹം മാറിപ്പോൽ ചൊരിയും. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഒരു കുളത്തനിയെ നടന്നുപോയപ്പോൾ അവിടെ പക്ഷപാതക്കാരനായ ഒരാൾ കർത്താവിനോട് നിലവിളിച്ചു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ആ കുളത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൂതന്മാർ വന്ന് കുളം കലക്കുമ്പോൾ ആര് ആദ്യം ഇറങ്ങുന്നുവോ ആ ആളിന് സൗഖ്യം ലഭിക്കും. ആ സൗഖ്യം ലഭിക്കുന്ന ആ അവസ്ഥ മനസ്സിലാക്കി ധാരാളം രോഗികൾ ആ കുളത്തിന് ചുറ്റും പാർത്തിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ എപ്പോഴാണ് ദൂതൻ വന്ന് കുളം കലക്കുന്നത്. ഏതുവിധ വ്യാധിയും ആ കുളത്തിൽ മുങ്ങുമ്പോൾ മാറിക്കിട്ടുകയും സൗഖ്യത്തോടെ അവർ മടങ്ങുകയും ചെയ്യും. എന്നാൽ ദീർഘവർഷങ്ങളായി ഒരു പക്ഷപാതക്കാരൻ ആ കുളക്കരയിൽ തന്നെ കിടക്കുകയാണ്. പക്ഷേ അവന് കുളത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ അവന് മുമ്പേ മറ്റ് ആളുകൾ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു. അവനെ സഹായിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കർത്താവ് അതുവഴി വന്നത്.
ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കുവാൻ കുളത്തിലിറങ്ങുവാൻ ആരുമില്ല, ഞാൻ ഏകനാണ്, സഹായം എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവനെ സൗഖ്യമാക്കി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആരോരും ഇല്ലാത്തവർക്ക്, ആശ്രയമില്ലാത്തവർക്ക് ദൈവം തുണയാണ്. എല്ലാവരും തള്ളിക്കളയുമ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ച് കളയുമ്പോൾ അവരുടെ അരികിലേക്ക് ചെന്ന് ആത്മസഖ്യയായി, കൂട്ടുകാരനായി, നല്ല തുണയായി അവരെ സഹായിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാൻ ഒരു ദേഹിയുമില്ല, ആശ്വസിപ്പാൻ ഒരു ഇടവുമില്ല, ഒന്നേ മാത്രം നിൻ ജീവ മൊഴികൾ. എത്ര സന്തോഷപ്രദമായ കാര്യമാണ്. ഈ ആത്മനാഥൻ്റെ അടുക്കിലേക്ക് നമുക്കും കടന്നു ചെന്ന് ആത്മസൗഖ്യം പ്രാപിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ.
ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാൻ ഒരു ഇടവുമില്ല. വന്നേ മാത്രം നിൻ ജീവമൊഴികൾ, വന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലൻ ആശ്വാസമായി ദിനവും, മണ്ണിലൻ ആശ്വാസമായി. വന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലൻ ആശ്വാസമായി ദിനവും, മണ്ണിലൻ ആശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹയെനിക്കേകിയെന്നാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹയെനിക്കേകിയെന്നാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ദൈവം എല്ലാവർക്കും സഹായനാണ്. ആരെയും തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ പറഞ്ഞ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ
നിങ്ങളെ ചേർക്കുവാനായി വീണ്ടും വരും എന്ന വാഗ്ദത്തം അവൻ തന്നിട്ടുണ്ട്. മാത്രമല്ല, ദിനംതോറും ഞാൻ നിങ്ങളെ പരിപാലിക്കാം എന്ന വാക്കും അവൻ തന്നിട്ടുണ്ട്. മരണ നിഴലിന് താഴെ കടന്നുപോയാലും ഭീതിജനകമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം അരുളിച്ചേരുന്നു. കഴിഞ്ഞ നാളുകൾ കണ്ണുനീരിൻ്റെ നാളുകളാണെങ്കിൽ ആ അവസ്ഥയിൽ നീക്കി നിന്നെ ദൈവത്തിൻ്റെ മകനാക്കി ദൈവ കൃപ നൽകി ശക്തീകരിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് നമ്മുടെ ദൈവം അരുളിച്ചേരിക്കുന്നു. ആ ദൈവീയ വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കുന്നതായ മനോഹരമായ ഒരു ഗാനം, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത് എന്നാരംഭിക്കുന്ന ഗാനം പ്രിയമകൾ അബിയ ആലപിക്കുന്നു.
121 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ച യഹോവയെങ്കിലും തന്നെ. ഈ ഭൂമിയിൽ ഒരു ഭക്തനെ നോക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് സ്വർഗീയ പാർപ്പിടമായ ദൈവസന്നിധി. ആ ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ ഈ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ദൈവമാണ്. സകലത്തിനും ആരംഭം കുറിച്ചവനാണ് ഈ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന മുഖാന്തരം എൻ്റെ ആദികളെല്ലാം അകന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ആ ദൈവം നൽകുന്നു. എന്നെ അവൻ അനുഗ്രഹിക്കും. ഞാൻ കാലുകൾ വഴുതുകയാണെങ്കിൽ എന്നെ കൈകളിലേന്തി എന്നെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ഈ ദൈവത്തെ ഞാൻ ഉയർത്തും എന്ന് പറയുന്നു. കർത്തദാസൻ ജോർജ് പീറ്ററിൻ്റെ നാവിലൂടെ പുറത്തു വന്ന ഈ വാക്യങ്ങളുടെ ആശയമായ ഗാനം ഇങ്ങനെയാണ്: എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രം എന്നാളുമേ. നമുക്കും ആ ഗാനം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രം എന്നാളുമേ. ഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രം എന്നാളുമേ.
ഞാൻ നോക്കും എൻ കർത്താവേ നിൻ ദയയ്ക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് നടന്നു പോകുമ്പോൾ വഴിയരിയിൽ ഒരു നിലവിളി കേട്ടു. ആ നിലവിളി ഒരു കുരുടൻ്റെ നിലവിളിയായിരുന്നു. അവൻ്റെ ശബ്ദം കേൾക്കത്തക്ക നിലയിൽ ഉച്ചത്തിൽ ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് അസഹനീയമായപ്പോൾ ശിഷ്യന്മാർ അവനെ മിണ്ടാതിരിക്കുവാനായി ശാസിച്ചു. എന്നാൽ അവന് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ആവശ്യം വലുതായിരുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആവശ്യമാണ് അവൻ്റേത്. എന്താണ്? അവന് കാഴ്ചയില്ല. എല്ലാവരും കണ്ടുകൊണ്ട് ലോകത്തെയും ലോക വെളിച്ചത്തെയും ഒക്കെ കണ്ട് ആനന്ദിക്കുകയും ആരുടെയും സഹായമില്ലാതെ സ്വയം അവർ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യന് മറ്റൊരാളുടെ സഹായം കൂടാതെ നടക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒന്നും അവന് കാണാൻ കഴിയത്തില്ല. എന്നാൽ അവൻ ഒരു കാര്യം ഇപ്പോൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. ഈ വഴിയായി കടന്നു പോകുന്ന മറ്റാരുമല്ല, എനിക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവാണ്, ദൈവപുത്രനാണ്, ദാവീദിന് സന്തതിയായി ജനിച്ചവനാണ്. അതുകൊണ്ട് അവൻ നിർത്താതെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഈ ശബ്ദത്തിനു മുമ്പാകെ കർത്താവിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൻ നിലവിളിയുടെ മുമ്പാകെ കർത്താവ് അവിടെ നിന്നു, മടങ്ങി വന്നു. അവരുടെ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടിയത്? അവൻ പറഞ്ഞു, എനിക്ക് കർത്താവേ സൗഖ്യം വേണം, കണ്ണിന് കാഴ്ച വേണം. കർത്താവിനെ സൗഖ്യമാക്കി. അവൻ ലോകത്തിൽ ആദ്യമായി കണ്ട കാഴ്ച മറ്റൊന്നുമല്ല, അവനെ സൗഖ്യമാക്കിയ, അവന് കാഴ്ച നൽകിയ ലോകത്തിൻ്റെ സൃഷ്ടിതാവും സകലത്തിൻ്റെയും കർത്തനും ഈ ലോകത്തിലെ രക്ഷിതാവായി അവതരിച്ചനുമായ ദൈവപുത്രനായ യേശുവിനെ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി.
ഈ ലോകത്തിൽ അന്ധകാര സമാനമായ ജീവിതത്തിലൂടെ പോകുന്ന സഹോദര സഹോദരി, നിന്നെ സഹായിക്കുവാൻ, നിനക്ക് നിത്യവെളിച്ചം നൽകുവാൻ, കാഴ്ച നൽകുവാൻ, വെളിച്ചം നൽകുവാൻ കഴിയുന്ന രക്ഷിതാവ് നിനക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. അവൻ നിനക്ക് രക്ഷയൊരുക്കി. ആ കർത്താവിനെ ഓർക്കുക. കണ്ടു ഞാനും കണ്ടേ, എൻ്റെ രക്ഷകൻ യേശുവെ കണ്ടേ എന്നുള്ള മനോഹരമായ ഗാനം പ്രിയമകൾ അബിയ ആലപിക്കുന്നു. ും
അച്ഛനും എന്നെ വെറുത്തു, എൻ്റെ അമ്മയും എന്നോട് എതിർത്തു. അച്ഛനും എന്നെ വെറുത്തു, എൻ്റെ അമ്മയും എന്നോട് എതിർത്തു. കൂടപ്പിറപ്പുകൾ മാറി എന്നെ കുറ്റം പറഞ്ഞൊരു നേരം. കൂടപ്പിറപ്പുകൾ മാറി എന്നെ കുറ്റം പറഞ്ഞൊരു നേരം. എന്നെ കുറ്റം പറഞ്ഞൊരു നേരം. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. എൻ്റെ ദൈവം എനിക്കും തന്നേ. തക്ക സമയത്തിൽ യേശു വാക്കു പറഞ്ഞവനേശു. തക്ക സമയത്തിൽ യേശു വാക്കു പറഞ്ഞവനേശു. താതനും മാതാവുമായി എൻ്റെ വാഗ്ദത്തം എന്നിൽ പകർന്നു. താതനും മാതാവുമായി എൻ്റെ വാഗ്ദത്തം എന്നിൽ പകർന്നു. എൻ്റെ വാഗ്ദത്തം എന്നിൽ പകർന്നു. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. എൻ്റെ ദൈവം എനിക്കും തന്നേ. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കണ്ടേ ഞാനും കണ്ടേ എൻ്റെ രക്ഷകനേശുവെ കണ്ടേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്കും തന്നേ. എൻ്റെ ദൈവം തിരുവല്ലയ്ക്ക് സമീപം വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവദാസൻ പാർത്തിരുന്നു. എല്ലാവരും ജോസ് എന്ന് വിളിക്കുന്ന ജോസഫ് എന്ന ദേവദാസൻ സുവിശേഷൻ. അദ്ദേഹം സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പാർക്കേണ്ടി വന്നു. എന്നാൽ ഒരിക്കൽ താൻ പാർത്ത സ്ഥലത്ത് വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ 5 മാസത്തോളവും അത് പെൻഡിങ് ആയി. വീട്ടുകാരൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഉപദേശി വാടക തന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് നിർബന്ധമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ മാസവും അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. എന്നാൽ 5-ാം മാസം ആയപ്പോൾ വീട്ടുകാരൻ നിർബന്ധിച്ചു, ഇനി പറ്റില്ല. അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളുമായി തൻ്റെ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ വാരിക്കെട്ടി ആ 5-ാം മാസത്തിൻ്റെ ഒടുവിൽ വഴിയിലേക്ക് ഇറങ്ങി താൻ യാത്ര തിരിച്ചു. എവിടേക്കുന്നില്ലാതെ യാത്ര തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ അവർ ഇരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്.
ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചയായി, വൈകുന്നേരമായി. ആ ദൈവദാസൻ എങ്ങോട്ടും പോകാൻ ഇടമില്ല. 10 പൈസ കയ്യിലില്ല. എവിടെയാണ് ആശ്രയം? അങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പോൾ രാവിലെ അതുവഴി പോയ ഒരു സഹോദരൻ ആ സ്ഥലത്തെ ഒരു ജന്മിയായിരുന്നു, ഒരു ദൈവവിശ്വാസിയുമായിരുന്നു. അദ്ദേഹം വീണ്ടും അതുവഴി വന്നപ്പോഴും രാവിലെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഉപദേശിയും കുടുംബവും ഇരിപ്പുണ്ട്. ആ ദൈവദാസൻ വന്ന് ചോദിച്ചു, എന്താ ഉപദേശിച്ചിട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ആദ്യമായി കാര്യങ്ങൾ പറയാൻ മനസ്സ് തോന്നിയില്ലെങ്കിലും അദ്ദേഹത്തിന് നിമിത്തം കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഭാരപ്പെടുന്നത്? സാരമില്ല, എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരുന്ന ഭാണ്ഡക്കെട്ടിൽ ഒന്ന് അദ്ദേഹം എടുത്തു. തൻ്റെ സഹായിയോട് പറഞ്ഞു, നീ ഒരെണ്ണം എടുക്ക്. എല്ലാവരെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഔട്ട് ഹൗസ്, മകൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് ഉണ്ട്, അത് വെച്ചിക്ക് തരാം. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഔട്ട് ഹൗസ് അല്ല ദൈവദാസന് കൊടുക്കേണ്ടത്, വീട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ വീട് വാടക കൂടാതെ ധാരാളം നാളുകൾ, മാസങ്ങൾ പാർക്കാൻ നൽകി. ഈ സന്ദർഭത്തിൽ കണ്ണുനീരോടെ എഴുതിയ മനോഹരമായ ഗാനമാണ് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിന് നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ. ഈ മനോഹരമായ ഗാനം വിജയപ്രസ്തമായി തീർന്നുള്ള ഗാനമാണ്. നമുക്കും ചേർന്ന് ആ ഗാനം പാടാം. ദൈവത്തിൻ്റെ മുഖത്തിനേറ്റാം. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാ.
ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അടുത്ത ഒരു ഗാനത്തിലൂടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഗാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ്.
ആ ഗാനത്തിൻ്റെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചങ്കു പിളർന്നതാണ് നിനക്കവൻ തന്നുയിർ തന്നതാണ്. എന്താണ് ഈ വരികളുടെ ആശയം? ഇന്നേക്ക് 2000 വർഷം മുമ്പായി ലോകത്തിൻ്റെ മധ്യഭാഗമായ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവത്തെയാണ് ഈ ഗാനത്തിലൂടെ വിളിച്ചു പറയുന്നത്. എന്താണ് അന്നവിടെ സംഭവിച്ചത്? ലോകത്തിൽ ആർക്കും ചിന്തിച്ചു കൂടാത്തതും ഒരിക്കലും മനുഷ്യമാതിരിൽ സംഭവിക്കാൻ പാടില്ലാത്തതുമായ ഒരു വലിയ കാര്യം അവിടെ സംഭവിച്ചു. റോമ ഗവൺമെന്റിന്റെ ഭരണകാലം, പീലാത്തോസ് എന്ന് പറയുന്നതായ ആ വലിയ മനുഷ്യന്റെ ഭരണകാലം, ആ സമയത്ത് അവിടെ അവതരിച്ച ഒരു അതിഥി എന്ന വണ്ണം ഒരു മനുഷ്യനുണ്ടായി. അത് മറ്റാരുമല്ല, ലോകം പ്രതീക്ഷിച്ചിരുന്ന, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്ന, ന്യായപ്രമാണങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന, ദൈവം കാലാകാലങ്ങളിൽ ഓരോ ഭക്തന്മാർ മുഖാന്തരമായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ കാര്യമാണ് അവിടെ സംഭവിച്ചത്. മറ്റൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ സർവ്വപാപങ്ങൾക്കും പരിഹാരം വരുത്തുവാനായി ദൈവപുത്രനായ മശിഹ ലോകത്തിലേക്ക് അവതരിച്ചു. എന്നാൽ അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ച നാളുകളിൽ അവന് പിന്നാലെ അവനെ പരീക്ഷിക്കുവാൻ നടന്ന ആളുകൾ, പരീക്ഷന്മാരും ശാസ്ത്രിമാരും ന്യായാധിപന്മാരും, അവൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇവൻ ന്യായപ്രമാണത്തിനും ദൈവാലയത്തിനും എതിരായി പ്രവർത്തിക്കാനാണ് എന്ന് പറഞ്ഞ് മുദ്രകുത്തി അവനെ തള്ളുകയുണ്ടായി. എന്നാൽ അവരോട് കർത്താവ് പറയുണ്ടായി, യേശു പറയുണ്ടായി, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരേണം എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുകയുണ്ടായി. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. അവരുടെ മനസ്സ് കഠിനമാക്കി ഒരു ദിവസം തക്കം പാർത്തിരുന്ന് ഈ യേശുവിനെ അവർ ബന്ധനസ്ഥനാക്കി. അവനെ കൊണ്ടുപോയി പീലാത്തോസിന് മുമ്പാകെ നിർത്തി. അവൻ വിസ്തരിച്ചു. പീലാത്തോസ് ചോദിച്ചു, ഇവൻ ചെയ്ത കുറ്റം എന്താണ്, ദോഷം എന്താണ്? അവർ പറഞ്ഞു, ഇവൻ ദൈവവിരോധിയാണ്, ദൈവാലയത്തിനെതിരായി സംസാരിക്കുന്നതിനാണ്, ദൈവദൂഷണം പറയുന്നതിനാണ് എന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ ഒത്തുവരാഞ്ഞിട്ട് ധാരാളം സാക്ഷികൾ വന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ അതെല്ലാം കള്ളസാക്ഷികളായിരുന്നു. ഒരു സാക്ഷ്യവും നേരായി വന്നില്ല. പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവനെ ഞാൻ വെറുതെ വിട്ടയക്കും എന്ന് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും മത ഗുരുക്കളും അവർ ഉച്ചത്തിൽ പറഞ്ഞു, അവനെ വിടുവാൻ പാടില്ല, ഇവനെ ക്രൂശിക്കണം ക്രൂശിക്കണം എന്ന് പറഞ്ഞ് അവനെതിരായി നിലവിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പീലാത്തോസ് അവരെ ഭയന്നിട്ട് അവൻ കൈകളെ കഴുകിയിട്ട് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ നീതിമാനാണ് എന്ന് പറഞ്ഞ് അവൻ കൈകളെ കഴുകിയിട്ട് പറഞ്ഞു, ഇവൻ രക്തം നിങ്ങളുടെ തലമേൽ വരും എന്ന് പറഞ്ഞ് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. തുടർന്ന് സംഭവിച്ച കാര്യമാണ്, ഈ കർത്താവിനെ യഹൂദന്മാരും പരീശന്മാരും പടയാളികളും കൊണ്ടുപോയി അടിക്കുകയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പുറം ഒഴുകിയാൽ പോലെ കേൾത്തക്കോണം അടിച്ച് അവനെ ഉപദ്രവിക്കുകയുണ്ടായി. ഏറ്റൊടുവിൽ അവന് കൊടുക്കാവുന്നതിന് പരമാവധി ശിക്ഷയായ ക്രൂശ് മരണം അവർ നൽകി. അവൻ്റെ ഇരു കരങ്ങളും ഇരു കാലുകളും മരത്തിനോട് ചേർത്ത് അടിച്ചു. ആ പച്ചമാംസത്തിൽ ഇരുമ്പാണികൾ ആഴ്ന്നിറങ്ങി രക്തം ഒഴുകിയുണ്ടായി.
അവന് പുറം നോക്കിയാൽ ഒഴുകിയാൽ പോലെ കീറപ്പെട്ട് രക്തം അതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖത്തെ രോമങ്ങൾ അവൾ പിച്ചി പറിച്ചിട്ടുണ്ട്. അവർ മുഖത്തേക്ക് നോക്കി അവർ കാക്കി തുപ്പിയിട്ടുണ്ട്. അവനെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റൊടുവിൽ അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു പറയുന്നു. ഈ കർത്താവ് ക്രൂശിൽ കിടന്ന് അനുഭവിച്ചത് പ്രാണവേദനയായിരുന്നു. അവൻ ക്രൂശിൽ മരിക്കുകയുണ്ടായി. അവൻ്റെ മരണസമയത്ത് ഭൂതലം ഇരുണ്ടുപോയി, അന്ധകാരം ഭൂമിയെ വ്യാപിച്ചു. ആർക്കും കാണാതെ വണ്ണം, ലോകം കാണാതെ അവൻ ആ ന്യായവിധി മുഴുവനായി ഏറ്റെടുക്കുകയുണ്ടായി. ഏറ്റൊടുവിൽ ആ കർത്താവ് പറഞ്ഞു, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തല ചായ്ച്ച് അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ, ഒരു പടയാളി വന്നിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കുന്തം കൊണ്ട് ആഞ്ഞുകുത്തി. ആ നെഞ്ചിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ ചങ്ക് പിളറുമാറ് അവൻ്റെ നെഞ്ചിലേക്ക് ആ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടത് രക്തമായിരുന്നു. അവസാനത്തുള്ളി രക്തവും പോയി വെള്ളം പുറപ്പെട്ടു വന്നു. ഈ കർത്താവ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സഹിച്ചത്? സ്നേഹിത, അവൻ്റെ ചങ്ക് പിളർമാറ് കുന്തത്താൽ കുട്ടപ്പെട്ട്, അവൻ്റെ പുറം ഒഴിവാൽ കീറപ്പെട്ട്, അവൻ്റെ കാലുകൾ ആണിയാൽ തുളയ്ക്കപ്പെട്ട് അവൻ ക്രൂശിതനായി തീർന്ന് മരിച്ചതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, നിനക്ക് വേണ്ടിയാണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി അവൻ തുറക്കുകയായിരുന്നു. അവൻ്റെ ശരീരം എന്ന ദേഹം, ആ ദേഹം രണ്ടായി പിളർന്നതുപോലെ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി അവനോട് തുറക്കുകയായിരുന്നു. അന്ധകാരത്തിൽ ജീവിക്കുന്ന, പാപിയായി ജീവിക്കുന്ന, നിത്യമായ മരണം കാത്തിരിക്കുന്ന, ശിക്ഷാവിധി കാത്തിരിക്കുന്ന സ്നേഹിത, എനിക്കും നിങ്ങൾക്കും പകരമായിട്ട് അവൻ ചങ്ക് പിളർന്ന് നിനക്ക് വേണ്ടി മരിക്കുകയുണ്ടായി. കാൽവരിയിൽ പരമയാഗമായി തീർന്ന ഈ രക്ഷിതാവ് ഇന്നും നിന്നെ സ്നേഹിക്കുന്നു. അവൻ മരിച്ചവൻ മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിപ്പാനായി പ്രബോധിപ്പിക്കുന്ന ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ചങ്ക് പിളർന്നതാണ് നിനക്കവൻ തന്നുയിർ തന്നതാണ്. ഈ ഗാനം ആലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഓർക്കുക. കാൽവരി കുരിശോളം നിന്നെ സ്നേഹിച്ച എന്തൊരു സ്നേഹമാണ് ആ സ്നേഹം, എന്തൊരു ത്യാഗമാണ് ആ ത്യാഗം. കാൽവരിയിൽ നിനക്ക് വേണ്ടി നൊന്ത് പിടഞ്ഞ പ്രാണൻ വെടിഞ്ഞ രക്ഷിതാവിനായി നിന്റെ ഹൃദയം സമർപ്പിച്ചാൽ നിത്യമായ ജീവൻ നൽകി നിന്നെയും ദൈവമകനാക്കി തീർക്കും. അതിനായി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുക. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഗാനം പ്രിയമകൾ അബിയ ആലപിക്കുന്നു. ചങ്ക് പിറന്നതാണ് നിനക്കുവൻ തന്നെ ഉയർത്തുന്നതാണ്.
ശങ്ക് പിറന്ന രക്ഷിതാവ് നിങ്ങളെയും രക്ഷിപ്പാൻ മതിയാവനാണ്. ആ കർത്താവിലേക്ക് ഈ ശുശ്രൂഷ മുഖാന്തരമായി നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങളിൽ ആലപിച്ച ഞങ്ങളുടെ മകൾ അബിയായോട് ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തലം വഹിക്കുന്നതായ സഹോദരൻ ബെനഡിക്ട് ജോനോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹായികളായി തീർന്ന പ്രിയ സഹോദരിമാർ, ഈ ശുശ്രൂഷയ്ക്ക് എപ്പോഴും സഹമായിരിക്കുന്ന സുജിത്ത്, നജൂബ് എന്നിവരും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ നന്ദിയും പ്രിയപ്പെട്ട അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം മുഖാന്തരം അനേകർക്ക് ആശ്വാസമാണ് എന്ന് ഞങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേകർ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ശുശ്രൂഷ തുടർന്ന് പോകുന്നത്. ഞങ്ങളിതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്, ദൈവത്തന്ന യേശുവിനെ ഉയർത്തി കാണിക്കുക. ഒരാളെങ്കിലും കർത്താവിനെ അറിയുവാനിടയായാൽ എത്ര നന്ന് എന്ന ചിന്തയിലാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ദിവസം പാടിയ ഗാനങ്ങളൊക്കെ ഹൃദയത്തിന് ആനന്ദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. മനസ്സൊരുകുന്ന, സങ്കടത്തിൽ കഴിയുന്ന, ദുഃഖത്തിൽ കഴിയുന്ന, പ്രയാസത്തിൽ കഴിയുന്ന ഓരോ ജീവിതങ്ങൾക്കും ആശ്വാസപ്രദനായ ഒരു കർത്താവ് ഉണ്ട്. എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു രക്ഷിതാവുണ്ട്. ആ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാൻ കഴിയുന്നത്. ഒരു സ്നേഹിത, നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ നീ നിരാശയിൽ കഴിഞ്ഞ് മരിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്നതിനായിരിക്കാം, ആത്മഹത്യയുടെ വക്കീലായിരിക്കാം, നീ ഒരുപക്ഷെ നാളെ എന്തെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കഴിയുന്നതിനായിരിക്കാം. എന്നാൽ ഈ സ്നേഹവാനായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവങ്കിലേക്ക് ഈ രാത്രിയിൽ നീ വന്നാൽ നിന്നെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. എല്ലാവരും ഉപേക്ഷിച്ചാലും തള്ളിക്കളയാത്ത ഒരു രക്ഷിതാവ്, എപ്പോഴും കൂടെയുള്ളവൻ, മരണനിഴലിൻ്റെ താഴെക്കൂടി കടന്നു പോകുമ്പോഴും കൈപിടിച്ച് നിന്നെ നയിക്കുന്നവൻ. അതാണ് ഈ ഗാനങ്ങൾ കേട്ടത്. ഈ രാത്രി ഹൃദയം ദൈവത്തിനായി വിട്ടുകൊടുക്കുമോ? ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ തലകളെ ഉണക്ക്, കണ്ണടച്ച് ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പാപിയാണെന്നൊരു ബോധ്യതയുണ്ടെങ്കിൽ പാപങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരിക. നിനക്ക് വേണ്ടി ചങ്ക് പിളർന്ന ഒരു രക്ഷിതാവ്, നിനക്ക് വേണ്ടി ജീവനർപ്പിച്ച രക്ഷിതാവ്, നിനക്ക് വേണ്ടി സ്വർഗലോകം വിട്ട് താണുഭയിലേക്ക് ഇറങ്ങി വന്ന് മരണം വരെ ഭരിച്ചവനായ കർത്താവ്, നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തിയവൻ, നീ ഏൽക്കേണ്ട ശിക്ഷാവിധി മുഴുവനായി സ്വയമായി ഏറ്റവൻ, സ്വന്തം താളിൽ തല ചായ്ച്ച് മരിച്ചവൻ. സ്നേഹിത, നിന്നെ സ്നേഹിച്ചാണ്, നിന്നെ സ്നേഹിച്ച് മാത്രമാണ് അവൻ കാലിൽ മരിച്ചത്. ഈ രാത്രി നിന്റെ ഹൃദയം കർത്താവിനെ വിട്ടുകൊടുക്കുക. ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക: യേശു കർത്താവേ, ഞാനൊരു പാപിയാവുന്നു, എൻ്റെ പാപങ്ങൾ ഞാൻ വിട്ടുകളയുന്നു, ഉപേക്ഷിക്കുന്നു. അങ്ങ് എൻ്റെ കർത്താവായ രക്ഷകനായി സ്വീകരിക്കുമെന്ന് നീ ഏറ്റു പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലും അവൻ വന്ന് നിനക്ക് സമാധാനം നൽകി നിന്നെ രക്ഷിച്ച് അവനെ മകനാക്കി തീർക്കും. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വാഴ്ത്തുന്നു, ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഇവിടെ കേട്ടതായ ഗാനങ്ങൾ ഞങ്ങളുടെ കേൾവിക്കാർക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദേശങ്ങൾ കർത്താവേ, അവരുടെ ജീവിതത്തിന് രൂപാന്തരപ്പെടുത്തുന്ന തീരുമാനം കർത്താവ് സഹായിക്കണമേ. പാപത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന, ദുഃഖത്തിൽ കഴിയുന്ന, വേദനയിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, ആത്മഹത്യക്ക് കഴിയുന്ന, കടഭാരിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് രക്ഷിക്കണമേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെന്ന് അവരുടെ തലോടി അവരുടെ പാപങ്ങളെ മാറ്റി അവരെ അങ്ങയുടെ മക്കളാക്കി തീർത്ത് കർത്താവെ സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായി പറക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ, ബുദ്ധിമുട്ടുള്ള ഭാരങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഏത് പ്രശ്നങ്ങളായി ഭാരപ്പെടുന്നവരെയും അവിടെ സമാധാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും വീഴ്ചയും അങ്ങയുടെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമാവിന്റെ കൂട്ടായ്മയും ശ്വാസം കാവലും നാം ഇവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകപാട് കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും എന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ.